അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു തആല നമ്മുടെ ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉച്ചാസ് ക്രിയേഷൻ യൂട്യൂബ് ചാനൽ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളൊക്കെ തംബ്നെയിലിൽ കണ്ട പോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു 3 കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മുടെ ജീവിതം വിജയിച്ചവരായി എന്ന്. അതിൽ തന്നെ 3ാമത്തെ കാര്യം വളരെ പ്രധാനമാണ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. കൂടുതൽ വിശദീകരിക്കാതെ നമുക്ക് ഏതാണ് ആ 3 കാര്യമെന്ന് നോക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ 3 കാര്യങ്ങളിൽ നിന്ന് 3 വിഷയം പറഞ്ഞു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒരു മനുഷ്യന്റെ വിജയത്തിന് കാരണമായ 3 വിഷയങ്ങൾ പറഞ്ഞു. അതിൽ 1 സൗകര്യമുള്ള വീട്. അതെ, താമസയോഗ്യമായ നല്ല ഒരു വീട് എന്നാണ് പറഞ്ഞത്. കൊട്ടാരം കണക്കെയുള്ള വലിയ വലിയ മണിമാളികകൾ കെട്ടണം എന്നല്ല പറഞ്ഞത്. നമുക്ക് താമസിക്കാൻ സൗകര്യമുള്ള ഒരു വീട്. ഇത് പറയുമ്പോഴാണ് നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾ വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. വീട് കൊടുക്കാൻ കഴിവുള്ള റബ്ബേ, വീടില്ലാത്ത ആളുകൾക്കൊക്കെ സൗകര്യപ്രദമായ ഒരു വീട് നീ നൽകണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ നമുക്ക് താമസിക്കാൻ സൗകര്യമുള്ള നല്ല ഒരു വീട്, അതാണ് 1ാമതായി പറഞ്ഞത്. ഇനി 2ാമത്തത് എന്താ? 2ാമതായി പറഞ്ഞു വമർകബുൻ സാലിഹുൻ, യാത്രക്ക് സൗകര്യമുള്ള ഒരു വാഹനം വീട്ടിൽ വേണം. 2ാമത്തത് യാത്രാ സൗകര്യമുള്ള ഒരു വാഹനം. യാത്രക്ക് നമുക്ക് സൗകര്യമുള്ള ഒരു വാഹനം. ഇവിടെയും വലിയ വലിയ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടുള്ള വലിയ വലിയ വാഹനം എന്നല്ല പറഞ്ഞത്. നമുക്ക് യാത്രക്ക് ഏതാണോ സൗകര്യമുള്ള വാഹനം അതാണ് നമുക്ക് വേണ്ടത്. അയൽവാസി 50 ലക്ഷത്തിന്റെ കാർ വാങ്ങിയപ്പോ നമുക്ക് 75 ലക്ഷത്തിൻ്റെത് വാങ്ങണം. ഇങ്ങനെ മത്സര ബുദ്ധിയോടുകൂടി വാഹനം വാങ്ങണം എന്നല്ല പറഞ്ഞത്. നമുക്ക് യാത്രാ സൗകര്യമുള്ള ഒരു വാഹനം ഉണ്ടായിരിക്കണം. ഇനിയാണ് പറഞ്ഞ 3ാമത്തെ കാര്യം പറയാൻ പോകുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇത് 2 പറഞ്ഞതിന് ശേഷം 3ാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് വംറഅത്തുൻ സ്വാലിഹാ, സ്വാലിഹത്തായ ഒരു പെണ്ണ് കിട്ടുക, അത് ഒരു മനുഷ്യന്റെ വിജയത്തിന് കാരണമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതെ, സ്വാലിഹത്തായ ഒരു പെണ്ണ്. ഒരു പുരുഷൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെണ്ണ് അവൾ സ്വാലിഹത്തായിരിക്കണം. സ്വാലിഹത്തായ ഒരു പെണ്ണ് വീട്ടിലേക്ക് കയറി വന്നാൽ അവൻ വിജയിച്ചവനായി യാതൊരു സംശയവുമില്ല. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ സ്വാലിഹത്തായ പെണ്ണിനെ തിരിച്ചറിയുന്നത്? നമ്മുടെ ഭാര്യമാരൊക്കെ സ്വാലിഹത്തായ പെണ്ണാണോ? സ്വാലിഹത്തായ പെണ്ണിനെ കുറിച്ച് ഒരുപാട് സ്വഭാവങ്ങൾ പറയുന്നുണ്ട്. അവൾക്ക് ഇന്ന സ്വഭാവങ്ങൾ ഉണ്ടാവും, ഇന്ന പോലെയുള്ള പെണ്ണാണ് സ്വാലിഹത്തായ പെണ്ണ് എന്ന്. സ്വാലിഹത്തായ പെണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അതുകൊണ്ട് സ്വാലിഹത്തായ പെണ്ണ് ആരാണ്, അവളുടെ സ്വഭാവം എന്താണ് എന്ന് ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത ഒരു വീഡിയോയിലൂടെ പറയാം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 2025 ജൂലൈ മാസം 2-ാം തീയതിയാണ്. ഇന്നലെയാണ് എൻ്റെ ഉപ്പാപ്പ സയ്യിദ് MS ആറ്റക്കോയ തങ്ങൾ ആദൂർ കാസർഗോഡ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപ്പാപ്പയുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. നമ്മ എല്ലാവരെയും ഉപ്പാപ്പയുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഉപ്പാപ്പയുടെ പേരിൽ ഒരു ഫാത്തിഹ എങ്കിലും ഓതി ഹദിയ ചെയ്യണം. അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.